അമ്മ അച്ഛൻ രാവിലെ പോയപ്പോ എന്നെ വിളിക്കാത്തമ്മ. നീ ഉറങ്ങായിരുന്നില്ലേ? നശിച്ചൊരു ഉറക്കം. നശിച്ച ഉറക്കമല്ല, ആ നശിച്ച ഫോണും കുത്തിക്കൊണ്ടിരുന്നിട്ട് രാത്രി മൊത്തം എണീച്ചിരുന്ന രാവിലെ ഉറങ്ങേണ്ടി വരും. സ്വാഭാവികം. ഫോൺ കുത്താനെ പറ്റി കുറ്റമൊന്നും പറയണ്ട. അമ്മ എന്ത് ഫോൺ കുത്താറില്ലേ? ഞാനേ എന്റെ ആവശ്യത്തിന് എന്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചു നേരം ഫോൺ നോക്കും, അത്രേ ഉള്ളൂ. വെറുതെ ചുമ്മാ പറഞ്ഞ എനിക്ക് സമയം കളയില്ല. എന്ത് കാട്ടി രാവിലെ കണ പെറു കൊടുക്കുന്നു. അമ്മ എനിക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യൂ അമ്മ. എന്താണ് സംഭവം എന്ന് കേട്ടിട്ടേ ഞാൻ എഗ്രി ചെയ്യുള്ളൂ. എന്റെ കാര്യം ആയതുകൊണ്ട് പറയാൻ പറ്റില്ല. എന്തോന്നാണ് അമ്മ അമ്മ അച്ഛൻ്റെ അടുത്തേ നമ്മുടെ സിന്ധു ആന്റിയുടെ മോളുടെ കല്യാണത്തിന് പോയി എനിക്ക് പുതിയ ഡ്രസ്സ് എടുത്തരാൻ പറയോ? അച്ഛൻ്റെ അടുത്ത് ഞാൻ പറയൂല. നിന്റെ കാര്യം പറഞ്ഞാൽ റിങ്കിയുടെ കാര്യം പറയണ്ടേ? രണ്ടുപേരും ഡ്രസ്സ് എടുക്കുന്ന കാര്യം പറഞ്ഞാലേ എന്റെ സാരി എടുക്കല് നടക്കൂല. അമ്മേടെ സാരി എടുക്കില്ല? ആ അല്ല, എനിക്കൊരു സാരി വാങ്ങിക്കണം സിന്ധുവിന്റെ മോളുടെ കല്യാണത്തിന് പോകാൻ. പക്ഷെ ആദ്യം മോളുടെ കാര്യം നടക്കട്ടെ അമ്മ. അമ്മ അത്ര റിങ്കിയുടെ കാര്യം പറയണെന്തിനാ? അവളിവിടെ ഇല്ലല്ലോ ഇപ്പൊ. ഞാൻ പറയൂല. നിനക്ക് വേണമെങ്കിൽ നിന്റെ അച്ഛൻ്റെ അടുത്ത് പറ. ഈ അമ്മേടെ ഒരു കാര്യം എനിക്ക് പറയാൻ പറ്റാത്തോണ്ടല്ലേ അമ്മയുടെ ഞാൻ ചോദിച്ചത്. എനിക്ക് പറയാൻ പറ്റൂല. അപ്പൊ ആരും പറയണ്ട. ഈ അച്ഛൻ എവിടെ പോയത്? ബാങ്കില്. എപ്പോ വരും? ഹെഡ് ഓഫീസിലാണ് പോയത്. എപ്പോ വരുന്ന എനിക്കും ഒരു ഐഡിയ ഇല്ല. അച്ഛൻ ലീവ് എടുത്ത് വന്നിട്ട് പിന്നെ എന്തിനാ അമ്മ അങ്ങോട്ടൊക്കെ പോണേ? ലീവ് എടുത്ത് ഇങ്ങോട്ട് വരണോണ്ട് തന്നെ ഹെഡ് ഓഫീസ് ഇവിടെയാണല്ലോ. എന്തോന്നോ പേപ്പർ ശരിയാക്കാന്ന് പറഞ്ഞു വിട്ടേക്കണം അവിടെ. ആത്മാർത്ഥത്തിന് നിറ കുടം തന്നെ എന്റെ അച്ഛൻ. അങ്ങേരെങ്കിലും പണി എടുക്കട്ടെ, നീ ഒരു പണി എടുക്കൂല. ഞാൻ പോണം. നിനക്ക് സമയം കിട്ടുമ്പോഴേ അച്ഛനെ ഒന്ന് സഹായിച്ചാൽ എന്താ? ഇവൻ സഹായിച്ച ഞാൻ രക്ഷപ്പെടും. എങ്ങനെ ശരിയാകാനാ? മൊത്തം കുത്തിയോ കുമ്പളം മുളയ്ക്കോ? അതെന്തൊരു വർത്താനം ഇവിടെ നീ പറഞ്ഞത്? ഡേയ്, ഇവൻ ഗൾഫിൽ പോയി അറബിയെ പറ്റിച്ച് പൈസ ഉണ്ടാക്കി. ഇവിടെ ഇന്നുവിനെ പറ്റിച്ച് പൈസ ഉണ്ടാക്കി. രാമനുണ്ണിയുടെ ഒരു കാര്യം അല്ലേ? അതെ അതെ അതെ. ചുരുക്കത്തിൽ പറഞ്ഞ ഞാൻ മണിക്കുട്ടണ്ണന്റെ അതേ പകർപ്പാണെന്നാണ് എല്ലാരും പറയുന്നത്. എടാ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ ആ ജംഗ്ഷനിലേ ഇന്നൊരു സാരി സെന്ററിന്റെ ഉദ്ഘാടനം നടക്കുക. അയ്യോ, എങ്കിൽ ഈ വീട്ടിലെ പെണ്ണുങ്ങളൊന്നും അങ്ങോട്ട് വിടണ്ട. എടാ അതല്ലടാ, ഏതോ സിനിമ നടനോ നടിയോ വരുന്നുണ്ടെന്നാ അറിഞ്ഞത്. ഓ, നടനാ? നടനല്ല, നടിയാണെന്നാ തോന്നുന്നു. നടിയാ? എന്നാ നമുക്ക് അങ്ങോട്ട് പോവാം കേട്ടോ. എങ്ങോട്ട് പോണ്? എങ്ങോട്ട് പോണ്? അതെ, ഞങ്ങൾ അമേരിക്ക വരെ ഒന്ന് പോകുന്നടി. നാളെ തന്നെ എത്തോ? നാളെ അല്ല, ഇന്ന് വെയിറ്റിംഗ്. എങ്ങോട്ട് പോണ്? ഒന്ന് കുളിക്കാൻ പോണേ പെണ്ണേ. രണ്ടുപേരും കൂടെയാ? ഓ, കുളത്തില്ലല്ലേ? എനിക്ക് പേടിയോ? ഇവിടെ എവിടെ കുളം? ഇവിടെ ഇല്ല, അതുകൊണ്ട് അങ്ങ് ദൂരെ പോണം. ഞാൻ വന്നോടത്തപ്പോ നിങ്ങൾ ഇവിടെ പോണ കാര്യം പറഞ്ഞില്ല. അത് എങ്ങോട്ട് പോണേ? നീ പടി കിടന്നു. അതെ, നമ്മുടെ ആ ജംഗ്ഷനില് ഒരു സാരി സെന്ററിന്റെ ഉദ്ഘാടനം ഏതാണ്ട് സിനിമ നടനോ നടിയോ ഒക്കെ വരുന്നുണ്ടെന്ന് അറിഞ്ഞത്. നടനാണോ പറഞ്ഞത്? എങ്കിൽ ഞാൻ പറഞ്ഞില്ല. എടാ നടിയാടാ. എന്നിട്ടെന്തുവാ? ഞങ്ങൾ അങ്ങോട്ടൊന്ന് പോകുന്നു. നീ വന്നാ ശരിയാകത്തില്ല. അവളെ കൂടെ കൊണ്ടുപോകണം. അങ്ങനല്ല മാമ, എവള് വന്നാ ശരിയാകത്തില്ല. അവിടെ കാണുന്ന കണ്ണി കാണുന്ന സാധനം എല്ലാം എവള് വാങ്ങി. അയ്യോ ഇല്ല മാമ, ഞാൻ അങ്ങനെ വാങ്ങില്ല. അത് ഞങ്ങള് വേറെ ഒരിടത്തൂടെ പോണം. വേറെ ഒരിടത്തൂടെ പോണം. എവിടെ? ബിവറേജിലാ? അവിടെ ഒന്നുമില്ല, വേറെ ഒരിടത്ത് പോണം. അവിടെ ഞാൻ വരാം. ശല്യമായല്ലോ ഇത്. ഞാൻ പറഞ്ഞല്ല. എന്നാ കൊണ്ടുപോവാ. കൊണ്ടുപോവാ. നീ എല്ലാം ഒരുങ്ങി കെട്ടിവാ. പെട്ടെന്ന് വരണ്ട. നല്ല ഭംഗിയായിട്ട് മേക്കപ്പ്. ഇടി ആള് കൂടുന്ന ഭാഗമല്ലയോ? നന്നായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് നല്ല കളർഫുൾ ഡ്രസ്സും ഒക്കെ ഇട്ട് തയ്യാറാണ്. അണ്ണന് വല്ല കാര്യമുണ്ട് ഇവളെ കൊണ്ടുവന്ന്? നീ അവിടെ ഉള്ള മൊത്തം സാധനം വല്ല പരിപാടി നടക്കൂ? എവളെ ആരും കൊണ്ടുവന്ന്? ഇല്ല. മഹാഭാവം കിട്ടുവാടാ. എന്റെ മാമൻ എവിടെ സ്വഭാവം അറിയാൻ കഴിഞ്ഞിട്ടാ. എടാ, നമുക്ക് പോയി ഡ്രസ്സും ഒക്കെ ചേഞ്ച് ചെയ്തു. അത് പെട്ടെന്നോ? അവളെ ഗ്യാസൊക്കെ ഒരു മുട്ട ബോക്സ് തീരും. അപ്പൊ ഞാനൊന്ന് തയ്യാറായിട്ട് സിനിമ നടനെ ഒന്ന് കണ്ടിട്ട് വരാം. എന്നാലും അവരെന്നെ കൊണ്ടുപോയില്ലല്ലോ അമ്മ. എടി, അവിടെ തിരക്കായിരിക്കും. ഈ ഇനോഗ്രേഷൻ എന്നൊക്കെ പോയി കഴിഞ്ഞാൽ ശരിയാവൂല. പിന്നെ എന്തിനാ എന്റെ അടുത്ത് ഒരുങ്ങി വരാൻ പറഞ്ഞേ? നിന്നെ ഒഴിവാക്കാൻ. ഒറ്റയ്ക്ക് പോയാ മതിയായിരുന്നു. ഞാൻ അത്രക്കൊക്കെ ആയാ നീ? ഓ, താനദന്ത താന താനദന്ത താന താനദന്ത. അയ്യോ,
നീ എവിടെയായിരുന്നു? എവിടെയായിരുന്നു എന്നെ കൊണ്ടുപോകാത്തത്? എടി നിന്നെ കാത്ത് ഞങ്ങൾ എത്ര നേരം ഇവിടെ കാത്ത് നിന്നറിയാവോ? അവസാനം രക്ഷയില്ലാതെ ഞങ്ങൾ അങ്ങ് പോയി. അതാ നടന്ന്. തിരക്കുണ്ടായിരുന്ന കടയില്? ഭയങ്കര തിരക്കല്ലേ. പിന്നെ എങ്ങനെയുണ്ട് കട? കൊള്ളാവോ? ഭയങ്കര കട. നിറച്ച സാധനമൊക്കെ ഉണ്ടോ? പിന്നെ നിറച്ച സാധനം. സാധനം ചേട്ടത് കണ്ട നോക്ക. ഞാൻ ചിന്നൊരു ഐറ്റം വാങ്ങിച്ചിട്ടുണ്ടാ. നോക്കോ. ഇതിന് എത്രയായിരുന്നു? 8000. സാരിയുടെ വില സാരി കണ്ടാ ഞങ്ങൾക്ക് മനസ്സിലാവേ. വെറുതെ നിങ്ങൾക്ക് അറിയാമെന്ന് നമുക്കറിയാം. നമ്മൾ പറയുന്നേ ഉള്ളൂ. കൊള്ളാം. നല്ല പ്രിന്റഡ് സിൽക്ക് സാരി ആണോ? അടിപൊളി സാധനം. ടാങ് ടടാങ്. അവർക്ക് ഇഷ്ടപ്പെട്ടു. അവർക്ക് ചേരുകയും ചെയ്യും. ടൺ ടടാങ്. നോക്കേ എങ്ങനെയുണ്ടോ നോക്കേ. കിടൂ. ഏ? ഇത് രസം നോക്ക്. ആ. നല്ല കളർ കേട്ടോ. അയ്യോ ഇത് പക്ഷെ ട്രഡീഷണൽ പട്ടിന്റെ അതേ ഡിസൈൻ. ഈ വലിയ കാഞ്ചീപുരത്തിലൊക്കെ വരുന്ന. വലിയ വില പിന്നെ എനിക്ക് അതിനേക്കാൾ ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ. ആണോ? ഇതാണോ? പിന്നെ കൊള്ളാം. അമ്മയ്ക്ക് നന്നായിട്ട് ചേരണുണ്ട്. നന്നായിട്ട് ചേരുന്നു. അല്ലേ? ആ നന്നായിട്ട് ചേരുന്നു. അത് പെങ്ങളെ ഇതേ ഞാൻ ശ്രീകുട്ടിക്ക് വാങ്ങിച്ച. നമുക്ക് വാങ്ങിച്ച ശ്രീകുട്ടിക്ക്. ശ്രീകുട്ടിക്ക് കൊണ്ടു കൊടു. അല്ല അത് എന്നെ കാണിക്കണ എന്തിനു? നമുക്കിത് എന്താ പറ്റി? എന്തിന്റെ ആവശ്യം അമ്മ? എന്തിനാ? എന്താ കാര്യം? നിങ്ങളുടെ ഭാര്യമാർക്ക് നിങ്ങൾ സാരി മേടിച്ച് അത് അമ്മയെ കൊണ്ട് കാണിക്കുന്നതിന്. പിന്നെ ആരെ കൊണ്ട് കാണിക്കേ? അമ്മേനെ മേടിച്ചില്ലല്ലോ. മാമേനെ ഒന്നും പറയണ്ട. സമാധാനല്ലേ ഇപ്പൊ? മനക്കാടായല്ലോ. നീ നിന്റെ അച്ഛനത് പറ. നിന്റെ അമ്മയ്ക്ക് സാരി വെച്ചു കൊടുക്കുക. ഇതെത്ര കഷ്ടം. ഓഹോ ഇങ്ങനെ കൊള്ളാം. കൊള്ളാം കേട്ടാ. നീ പടി. വീട്ടിലെ സമാധാനം വെറുതെ കളയാൻ വേണ്ടി ഓരോ പരിപാടി ഒപ്പിച്ചു.